റിസ്മിൻ ജാസ്മിൻ്റെ അടുത്ത സുഹൃത്താണെന്ന് പറയുന്നത്. ജാസ്മിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്നുള്ള രീതിയിലാണ് റിസ്മിൻ പലപ്പോഴും പുറത്ത് വന്നിട്ടും അകത്തുമൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സുഹൃത്തും ഇങ്ങനെ ആയി മാറരുത് എന്നാണ് എനിക്ക് ഇന്നലെ ഒരു കാര്യം കണ്ടപ്പോൾ മനസ്സിലായത്. കാരണം അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം കാണിച്ച പല അഭിപ്രായങ്ങളും നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, അവർ ദേഷ്യപ്പെടുന്നതും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു വെർഷൻ ഇന്നലെ ബിഗ് ബോസ് എല്ലാവരെയും ഇട്ടൊരു വീഡിയോ കാണിച്ചു. അപ്പം ജാസ്മിന് പറയുന്നുണ്ട്, ഇതെല്ലാം കണ്ടതിന് ശേഷം ജാസ്മിൻ പറയുന്നു, അയ്യോ ഞാൻ ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ മുഖം കണ്ടു, ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടോ, എന്ത് ക്രൂരമായ ഇതാണ് ഞാൻ കാണിക്കുന്നത്, എൻ്റെ മുഖഭാവമൊക്കെ എന്ത് ക്രൂരമാണ്, ഞാൻ ജിൻഡുക്കാക്കെ തല്ലുന്ന കണ്ടോ, ചാടി വീണ് പാവം ജിൻഡുക്കാക്ക എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. ഞാനിങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം റിസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും നീ നിൻ്റെ മാത്രം മുഖത്ത് നോക്കുന്ന എന്തിനാണ്, എല്ലാവരുടെയും മുഖം അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞ് ജാസ്മിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന റിസ്മിനെ ഞാനവിടെ കണ്ടു. സത്യം പറഞ്ഞാൽ ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് ഉണ്ടാകാനുള്ളൊരു കാരണം ഗബ്രിയുടെ പ്രശ്നവും അതുപോലെ തന്നെ ജാസ്മിൻ്റെ വായിലെ വാക്കും ഇതുപോലെ ചില പ്രവൃത്തികളും ഒക്കെയാണ്. ദേഷ്യപ്പെടുമ്പോൾ ജാസ്മിൻ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രവൃത്തികൾ, അതുതന്നെയാണ് ജാസ്മിൻ ഇത്രയും നെഗറ്റീവ് ഉണ്ടായത്. അത് ഒരു നല്ല ഫ്രണ്ട് എന്ന് പറയുമ്പം കിട്ടിയ അവസരം മുതലാക്കി നീ ദേഷ്യപ്പെടുമ്പോൾ ഇച്ചിരിയും കൂടെ കൺട്രോൾ ചെയ്യണം, അതെ ശരിയാണ് നിൻ്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട് എന്ന് പറയുന്ന റിസ്മിനെയായിരുന്നു നല്ലൊരു കൂട്ടുകാരി എന്ന നിലയിൽ നമ്മൾ കാണാൻ ആഗ്രഹിച്ചു. പക്ഷേ റിസ്മിൻ അതല്ലായിരുന്നു, ഈ ജാസ്മിനെ അത് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആകരുത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ. ജാസ്മിനെ പറയുന്നുണ്ട്, പാവം ജിൻഡുക്കൊക്കെ ഞാൻ എന്ത് തല്ലിയത് എന്ന് ചോദിക്കുമ്പം അത് ശരിയാണ്, അങ്ങനെ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നല്ലൊരു ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞേനെ. ആ നല്ല ഫ്രണ്ട് വേണ്ടത് അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഗബ്രിയേക്കാൾ കൂടുതൽ ഈ ജാസ്മിന് നെഗറ്റീവ് ഉണ്ടാക്കി കൊടുത്ത വ്യക്തി ഈ റിസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരു കാരണമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ജാസ്മിൻ വൈകിയെങ്കിലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൽ നല്ലത്.